പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് ജനറലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകുന്നത് കമ്പൈൻഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുകളിൽ വ്യത്യാസം വരുമ്പോഴാണ്. കമ്പൈൻഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുകളിൽ വ്യത്യാസം വരുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കപ്പാസിറ്റർ എടുത്തു അല്ലേ, ആ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു, അതിലേക്ക് ചാർജ്, ഒരു ബാറ്ററി വെച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്തു? ചാർജ് പ്രൊവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം, EMF. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഷീറ്റ് ചാർജ്ഡ് ആവും. ഈ ഷീറ്റ് എന്താകുന്നു? ഈ മെറ്റൽ ഷീറ്റ് ചാർജ്ഡ് ആയി മാറും. ഈ മെറ്റൽ ഷീറ്റ് ചാർജ്ഡ് ആകും തോറും ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പാണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഒരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് ലൂപ്പിൽ നമ്മൾ ഈ ഷീറ്റ് ചാർജ് ആകുമ്പോൾ എന്തായി മാറും? ഇതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് ഷീറ്റിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നു? അതിലൊരു ഗ്യാപ്പാണല്ലേ, ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ ഇടയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആംബിയർ സർക്യൂട്ടൽ ലോ, നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ആംബിയർ സർക്യൂട്ടൽ ലോ പ്രകാരം ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള ഇന്റഗ്രൽ B.dl, ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0 × I ആയിരിക്കും. എന്തായിരിക്കും? μ0 × I ആയിരിക്കും. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആയിരിക്കും? μ0 × I ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കേസാണ് ഈ പറയുന്നത്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആയിരിക്കും? ഇപ്പോൾ ഈ പോയിന്റിൽ ഈ വയർ ഇങ്ങനെ പോവാണ്, ഇതുപോലെ പോവാണെന്ന് വിചാരിക്കാം. ഇതെങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ ഈ വര, ഈ ലൈന് കടന്നു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലൂപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആയിരിക്കും? ഇൻ്റഗ്രൽ B.dl = μ0 × I ആയിരിക്കും. ഒന്നാമത്തെ കേസ്. ഈ രണ്ടാമത്തെ കേസ് നമ്മൾ പരിഗണിക്കുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ ഷീറ്റിൻ്റെ ഉള്ളിൽ, ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഗ്യാപ്പിൽ, ഇതാണ് ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റ്, ഇതിൻ്റെ ഗ്യാപ്പിൽ എന്തില്ല? ചാർജില്ല. ഇതിൻ്റെ ഗ്യാപ്പിൽ എന്തില്ല? ചാർജില്ല. ചാർജ് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു ലൂപ്പ്, ഒരു മെറ്റൽ വയർ കൊണ്ടുള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആയിരിക്കും? അല്ല, അവിടെ എത്ര മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ ഉണ്ടായിരിക്കുക? അതിൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടോ? ഇല്ല, കറണ്ട് ഇല്ല. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ B.dl, രണ്ടാമത്തെ കേസിൽ ഇൻ്റഗ്രൽ B.dl = μ0 I എന്നത് എന്തായി മാറും? μ0 × 0 ആവും. കാരണം ഈ ഷീറ്റിൻ്റെ ഇടയിൽ എന്തില്ല? കറണ്ട് ഇല്ല. ദാറ്റ്സ് ഈക്വൽ ടു എത്രയായി മാറും? 0 ആയി. ഇങ്ങനെ ഈ രണ്ട് കേസുകൾ നിങ്ങൾ എടുത്തു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ, പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് അങ്ങനെയാണോ? ആക്ച്വലി സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ എന്താണ്? കറണ്ട് 0 ആണ്. രണ്ടാമത്തെ കേസ് ഉണ്ടോ? ഇവിടെ രണ്ട് കേസ് ഞാൻ എഴുതിയിട്ടുണ്ട്, ശരിക്കും മനസ്സിലാക്കൂ. ഇത് ഒന്നാമത്തെ കേസ്, ഇത് രണ്ടാമത്തെ കേസ്. അപ്പോൾ ഈ ഒന്നാമത്തെ കേസിൽ ഓക്കെയാണ്. നമ്മൾ സാധാരണ ആംബിയർ സർക്യൂട്ടൽ ലോ പ്രകാരം ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്, അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 × I ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ് ഒരു കപ്പാസിറ്ററിൻ്റെ ഗ്യാപ്പിൽ നമ്മളൊരു ഇത് കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെറ്റൽ വയർ ഇങ്ങനെ ലൂപ്പാക്കി വെച്ചത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല? ഇതിൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ സത്യത്തിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം ഒരു ക്ലോസ്ഡ് ലൂപ്പാണെങ്കിൽ, ഒരു മെറ്റൽ ഷീറ്റ് ചാർജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ
ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ വെച്ച് ഏതൊരു മെറ്റൽ ഷീറ്റും ഏതൊരു മെറ്റലും അതിലേക്ക് കറണ്ട് കയറുന്ന സമയത്ത് തന്നെ അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചാർജ് ഓൺ ചെയ്ത ഇവിടെ ഈ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് ഓൺ ചെയ്ത സമയം തന്നെ എന്ത് ചെയ്യുന്നു? സെല്ല് ഓൺ ചെയ്ത സമയം തന്നെ ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ആംബിയർ സർക്യൂട്ട് ലോ പോരാ. ആംബിയർ സർക്യൂട്ട് ലോ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഈ രണ്ട് കപ്പാസിറ്ററുകളുടെ ഇടയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കൺസിഡർ ചെയ്യാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ എന്ത് ചെയ്യുന്നില്ല? സാധിക്കുന്നില്ല. അപ്പോൾ അത്തരം ഒരു കേസിൽ മാക്സ്വെൽ എന്ന സയൻറ്റിസ്റ്റ് നമുക്ക് പുതിയൊരു സംഗതി ഉപദേശിച്ചു. അതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ചേഞ്ചുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ചുകൾ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നമുക്ക് ആംബിയർ സർക്യൂട്ട് ലോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ഓക്കെയാണ്. ആംബിയർ സർക്യൂട്ട് ലോ പ്രകാരം അല്ലെ μ0 ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള കറണ്ട് എത്രയായിരുന്നു? B = μ0I/2πr. ഇതായിരുന്നു നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? μ0I/2πr. ഇതാണിപ്പോൾ ഈ ഭാഗത്ത് ഈ ഒന്നാമത്തെ കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണിത്. പക്ഷെ രണ്ടാമത്തെ കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയാണോ? ഇത് ഇങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് തന്നെ ഇന്റഗ്രൽ B.dl = μ0I. ഇതാണ് ആംബിയർ സർക്യൂട്ട് ലോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബി ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ dl എത്രയാണ്? അതിന്റെ സർക്കംഫറൻസസ് 2πr ആണ് അല്ലേ? 2πr b × 2πr. ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്തു. b × 2πr = μ0I ആണ്. Then what is b? b = μ0I/2πr. b = μ0I/2πr. ഇനി ഇതേപോലെയുള്ള ഇന്റഗ്രേഷൻ ഈ ഒരു കേസിലും കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെ വരുന്നു നോക്കാം. ഇന്റഗ്രൽ B.dl ഇത് ഫസ്റ്റ് കേസാണ്. രണ്ടാമത്തെ കേസ് ഇന്റഗ്രൽ B.dl = μ0I. then b × 2πr. ഇന്റഗ്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ b × 2πr = μ0 ഇന്റഗ്രൽ B.dl = μ0I ആണ്. ഇതിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്തായി? b × 2πr = μ0 × 0I. ദാറ്റ്സ് = 0I. അപ്പോൾ b = എന്താവും? b = സ്വാഭാവികമായിട്ടും b = b × 2πr = 0 ആണെങ്കിൽ b = എന്താണ്? 2πr 0 ആവില്ലല്ലോ. 2πr ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അപ്പോൾ b എന്തായിരിക്കും? 0 ആയിരിക്കും. b = എന്തായി? 0 ആയി. ഇതാണ് ഈ കേസ്. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രസന്റുമാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി എന്താണ്? ഇവിടെ പ്രസന്റ് ആണ്. അതായത് ഈ മെറ്റൽ ഷീറ്റ് ചാർജ് ആയി വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ? അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ അത് നമ്മളിതിനെ ഡെൻസിറ്റിയുടെ കേസിലേക്ക്, ഇത് കപ്പാസിറ്റർ ആണ് അല്ലേ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡെൻസിറ്റിയുടെ ടേമിലേക്ക് മാറ്റി എഴുതി വെക്കുക. ഡെൻസിറ്റി, ചാർജ് ഡെൻസിറ്റി സിഗ്മ = എന്തായിരുന്നു? സിഗ്മ = Q/A ആണ്. സിഗ്മ = Q/A. ഇതിൽ സിഗ്മ എന്നത് ചാർജ് ഡെൻസിറ്റി ആണ്, അതുപോലെ Q എന്നത് ചാർജ് ആണ്, A എന്നത് ഏരിയ ആണ്. ഇതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് കാണാം. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ Q/A അല്ലേ? A0 ചെയ്താൽ മതി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് Q / A/0. ഇലക്ട്രിക് ഫീൽഡ് Q / A/0. അതിന് മുന്നേ
ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അതുകൊണ്ട് തന്നെ സിഗ്മ ബൈ എപ്സിലോൺ 0, വാട്ട് ഈസ് സിഗ്മ? സിഗ്മ ഈസ് ദ ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, ദാറ്റ്സ് ഈക്വൽ ടു ക്യൂ ബൈ എ എപ്സിലോൺ 0. സി, ഇത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ്. E ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ദെൻ സിഗ്മ ഈക്വൽ ടു, വാട്ട് ഈസ് സിഗ്മ? സിഗ്മ ഇസ് ദ ചാർജ് ഡെൻസിറ്റി. അതായത് ഒരു മെറ്റൽ ഷീറ്റിൻ്റെയും അതിൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്തുമുള്ള ഒരു ഏരിയയിൽ എത്ര ചാർജ് ഉണ്ട്, അതിനാണ് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0 ആണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് വരുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡുകളിൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എത്രയാണ് എന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാ നോക്കാം. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് വരുമ്പോൾ അതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്ന് വിചാരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dy ബൈ ഡി എക്സ്, dy ബൈ ഡി എക്സ് എന്ന ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഡി ഇ ഡിവൈഡ് ബൈ, എങ്ങനെയാണ് ചേഞ്ച് ആകുന്നത് അല്ലേ? സമയം മാറുന്തോറും ഇലക്ട്രിക് ഫീൽഡിൽ സമയം ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്നതാണ് ഈ ഡിഫറൻസിയേഷൻ. ഡി ഇ ബൈ ഡി ടി, ഡി ഇ ബൈ ഡി ടി. ഇതാണ് ടൈമിന് അനുസരിച്ച്, സമയത്തിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതാണ് ഈ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഡി ഇ ബൈ ഡി ടി, ഡി ഇ ബൈ ഡി ടി ഇസ് ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ എത്രമാത്രം ചേഞ്ച് സംഭവിക്കുന്നു അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അല്ലേ, അത് നമുക്ക് ജസ്റ്റ് അങ്ങനെ തന്നെ എഴുതാം അല്ലേ. ഏതൊക്കെയാണ്? ക്യൂ ബൈ dq d by dt of d by dt of ഏതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ? d by dt ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് q by a epsilon 0, q divided by a epsilon 0. ഇതിൽ എപ്സിലോൺ 0 എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പിന്നെ അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുണ്ട്? ഡി ക്യൂ ബൈ ഡി ടി ഉണ്ട്. ഡി ക്യൂ ബൈ ഡി ടി പറഞ്ഞാൽ എന്താണ്? കറണ്ടാണ്. ഡി ക്യൂ ബൈ ഡി ടി അല്ലേ, മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഡി ക്യൂ ബൈ ഡി ടി ഓർ ക്യൂ ബൈ ടി, ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു കറണ്ടാണ്. ക്യൂ ബൈ ടി, ചാർജ് ബൈ ടൈം ഈക്വൽ ടു കറണ്ടാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡി ക്യൂ ബൈ ഡി ടി നമുക്ക് എങ്ങനെ എഴുതാം? കറണ്ട് ആക്കിയിട്ട് എഴുതാം. പിന്നെ എന്തുണ്ടാവും? എ അല്ലേ, 1 ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0 ഉണ്ടാവും. അത് നമുക്ക് മാറ്റി എഴുതും ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി, dq by dt, that's equal to 1 divided by a epsilon 0 into i, അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റു 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ എൻ ഇങ്ങനെ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഐ ഡിവൈഡ് ബൈ ദാറ്റ്സ് ഈക്വൽ ടു ഐ ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0. ഇതാണിപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ വന്നിട്ടുള്ള ചേഞ്ച്. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ എ ഇൻറ്റു ഡി ബൈ ഡി ടി എന്താ നോക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് ശരിക്കും മനസ്സിലാക്കാം.
ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്തു, രണ്ട് കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗത്ത് ആ ഗ്യാപ്പിൽ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്തു. അവിടുത്തെ കറണ്ട് എത്രയാണ്? 0 ആണ്. പക്ഷെ ആക്ച്വലി അങ്ങനെയാണോ? അല്ല. അവിടെ എന്തുണ്ടാകുന്നുണ്ട്? അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡി ബൈ ഡി ടി ഈക്വൽ ടു, ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, ഡി ബൈ ഡി ടി ഈക്വൽ ടു ഡി ഇ ബൈ ഡി ടി ഈക്വൽ ടു 1/A0 അല്ലേ, I ഡിവൈഡ് ബൈ A0. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട്, ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാണ് ഈ I എന്നത്. I ഈക്വൽ ടു എന്താണ്? I ഈക്വൽ ടു ഡി ഇ ബൈ ഡി ടി ഇൻറ്റു A0 അല്ലേ, A0 ഇൻറ്റു ഡി ഇ ബൈ ഡി ടി. A0 ഇൻറ്റു A0 ഇൻറ്റു ഡി ഇ ബൈ ഡി ടി ആണ് എന്ത്? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് ഈ എനെ അല്ലേ, ഇവിടെ എ ഉണ്ട്, ഈ എനെ നമുക്ക് വേറൊരു ടേമിലേക്ക് മാറ്റുക. എ ഇൻറ്റു ഡി ഇ ബൈ ഡി ടി, ആ ഒരു ഫോർമാറ്റ് നോക്കാം. എ ഇൻറ്റു ഡി ഇ ബൈ ഡി ടി. അപ്പോൾ എ ഇൻറ്റു ഡി ഇ ബൈ ഡി ടി പറഞ്ഞാൽ I ഡിവൈഡ് ബൈ A0. എ ഇൻറ്റു ഡി ഇ ബൈ ഡി ടി. ഇതിനെ നമുക്ക് മറ്റൊരു ഫോർമാറ്റിൽ എഴുതാം. ഡി ബൈ ഡി ടി ഔട്ടാക്കിയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡി ബൈ ഡി ടി ഈക്വൽ ടു ഇ ഇൻറ്റു എ എന്ന് എഴുതണം. ഇ ഇൻറ്റു എ, ഇ ഡോട്ട് എ. ഇ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ആണത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഫ്ലക്സ് ഈക്വൽ ടു എന്താണ്? ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എസ് ആണ്. എസ് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഏരിയയാണ്. എസ് ഈസ് ദ സർഫസ് ഏരിയ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എ ഇൻറ്റു ഡി ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഫ്ലക്സ് എന്ന് എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് ഫ്ലക്സ്, ദാറ്റ്സ് ഈക്വൽ ടു ഡി ഇൻറ്റു ഫ്ലക്സ് ഡിവൈഡ് ബൈ ഡി ടി. അപ്പോൾ I ഈക്വൽ ടു എന്തായി? I ഈക്വൽ ടു A0 ഡി ഇ ബൈ ഡി ടി എന്നാണ്. അതിൽ നിന്ന് എ ഇൻറ്റു ഡി ഇ ബൈ ഡി ടി എന്ന ടേം മാത്രമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ I ഈക്വൽ ടു എന്തായി? ഡി ഫൈ ബൈ ഡി ടി. ശരിക്കും ഓരോ സ്റ്റെപ്പും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും. ഇ ഡോട്ട് എ അല്ല, ഇ ഉണ്ട്, എ ഉണ്ട്. ഇതിലുള്ള 4 ടേംസിനെ മാറ്റി എഴുതിയിരിക്കുകയാണ്. എ ഇൻറ്റു ഡി ഇ ബൈ ഡി ടി ഈക്വൽ ടു എന്താണ്? I ബൈ A0 ആണ്. ഓക്കെ, I ബൈ A0 നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്ത് വന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു I ബൈ A0. That's equal to I by A0. Therefore I equal to A0 into d5 by dt. ഇത് ഫ്ലക്സ് ആണ്, ഫ്ലക്സ്. ഓക്കെ, A0 equal to I equal to A0 into d5 by dt. ഇതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇ എന്നുകൂടി എഴുതും കേട്ടോ. താഴെ ഒരു ഇ കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആംബിയർ സർക്യൂട്ടുള്ള പ്രകാരം ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I ആണല്ലോ അല്ലേ. പക്ഷെ എന്തുകൂടി ഉണ്ട്? ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കൂടി ആഡ് ചെയ്യണം. μ0 I പ്ലസ് μ0 ഇൻറ്റു ഐക്ക് പകരം എന്താണ്? ഐക്ക് പകരം ε0 d5 ബൈ dt. ഇതാണ് ശരിക്കുള്ള കറണ്ട്. ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള യഥാർത്ഥത്തിലുള്ള കറണ്ട്. സാധാരണ കണ്ടക്ഷൻ കറണ്ട്, ഈ μ0 എന്നതിന് നമ്മൾ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയും. കണ്ടക്ഷൻ കറണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും.
പക്ഷേ μ0 I ഇൻറ്റു μ0 ε0 ഇൻറ്റു d∅dt. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.